സുഹേല നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് എത്തി, പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരം നഗരിയിൽ എത്തിയിരിക്കുന്നു. രേഷ്മ പറയുന്നു ഓരോ കലാലയങ്ങൾക്കും ഓരോ രീതിയാണ്, ഓരോ സ്വഭാവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ കലാലയങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്വഭാവവും ഒരു വ്യക്തിത്വമാണോ, അതോ പൊതുവിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരേ ഒരു സ്വഭാവവും രീതികളുമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ അത് ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരാൾ സുഹേലിയായിരിക്കും. രണ്ട് സൈഡിലത്തെയും വിദ്യാർത്ഥികളുമായിട്ടും ഒക്കെ ഇടപെട്ടിട്ടുള്ള ആളായതുകൊണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മള് സമൂഹത്തിന്റെ പരിച്ഛേദമാണ് കലാലയങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്കൊക്കെ തോന്നുന്നത് സമൂഹത്തിന്റെ പരിച്ഛേദമല്ല, സമൂഹത്തിന് മുന്നേ നടത്തിക്കാൻ പ്രാപ്തി നമ്മുടെ കലാലയങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. സമൂഹം എങ്ങനെ ചിന്തിക്കണമെന്ന്, ഏത് ദിശയിലേക്ക് എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവരാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ചോദിച്ചതിലേക്ക് വരാം. അടുത്ത കാലത്ത് ട്രാൻസ്ജെൻഡർ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരെ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെന്തോ അവരെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് അവർ ട്രെയിനിൽ വന്ന് കൈകൊട്ടി പാട്ടുപാടി നമ്മളോട് പൈസ ചോദിക്കുന്നവർ, അങ്ങനെ ഒരു ധാരണ മാത്രമാണ്. അവരെന്താണ്, അവരങ്ങനെ ആയത് എന്താണ്, ആരാണ് എന്ന് പറയുന്ന ബോധ്യം പോലും നമ്മുടെ സമൂഹത്തിനകത്ത് ഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല എന്നുള്ളത്. ആണും പെണ്ണും എന്നതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും മനുഷ്യരാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള പുതിയ കാലത്ത് അങ്ങനെയുള്ള ചിന്തകൾ ശക്തിപ്പെടുന്നു, വളരെ പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ക്യാമ്പസുകൾക്ക് ഞങ്ങൾ SFI എന്നുള്ള നിലയ്ക്ക് ഈ അടുത്ത കാലത്ത് എടുത്ത ക്യാമ്പയിനുകൾ അങ്ങനെ ചിലത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുഖമാസിക, വിദ്യാർത്ഥിനി സബ് കമ്മിറ്റി ഉണ്ട് SFIയുടെ. അപ്പം മുഖമാസിക ഷീ എന്ന് പറയുന്ന മുഖമാസിക, നമ്മുടെ കവർ സ്റ്റോറി ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മാധ്യമാഴ്ച പതിപ്പൊക്കെ അതിന് ശേഷം ചെയ്തിരുന്നു. പക്ഷെ ഇത് കുറച്ച് സർക്കുലേഷനൊക്കെയുള്ള മാഗസിൻ, എന്നാൽ കൂടി നമ്മൾ കവർ സ്റ്റോറി ആയി ട്രാൻസ്ജെൻഡർ എടുത്ത് അവരുടെ വീടുകളിലേക്ക് പോയി ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് മെമ്പർഷിപ്പ് കൊടുത്തു. അവരെ ഇപ്പം തൃശ്ശൂർ ജില്ലാ സമ്മേളനം, നമ്മുടെ SFIയുടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിനകത്ത് ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധി പങ്കെടുത്തു. സമ്മേളന നിയന്ത്രണ കമ്മിറ്റികളുണ്ട്, പ്രസീഡിയത്തിനകത്ത് അവരംഗമായിരുന്നു. കൂടാതെ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായി നന്ദന എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനെ തെരഞ്ഞെടുത്ത അഭിമാനപരമായ മുഹൂർത്തത്തിലാണ് SFI ഇപ്പം നിൽക്കുന്നത്. നമ്മൾ സമൂഹവും ക്യാമ്പസും തമ്മിലുള്ള ഒരു വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, എങ്ങനെയാണ് കലാലയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള നിങ്ങളെ സമൂഹം നോക്കിക്കണ്ടിട്ടുള്ളത്? എന്തായിരുന്നു പേഴ്സണൽ എക്സ്പീരിയൻസ്? പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള പല വിഷയങ്ങൾ വരുമ്പോഴും ഇത്തരത്തിൽ നമ്മൾ ഒരു നിലപാടെടുത്ത് ഒരു ആക്ടിവിറ്റിക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് സമൂഹം അവരെ നോക്കിക്കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരിലേക്കും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്, സമൂഹത്തിൽ നിന്ന് മാറി എക്സിസ്റ്റ് ചെയ്യാന്നുള്ള സാധ്യമല്ല. അപ്പോൾ ഈ വിഷയം നല്ല ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ സൊസൈറ്റി എങ്ങനെയാണ് നമ്മളെ നോക്കിക്കണ്ടത്, എങ്ങനെയാണ് നമ്മളെ സ്വീകരിച്ചിട്ടുള്ളത്, ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നവരെ എന്നുള്ളത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു സ്നേഹയുടെ എക്സ്പീരിയൻസ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം വെച്ചാൽ നമ്മളിപ്പം പേഴ്സണലായിട്ടൊരു വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ മാത്രമാവും. പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിഷയം നമ്മളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ സമൂഹം അതിനെ രണ്ട് തലത്തിൽ വ്യാഖ്യാനിക്കും. കുറച്ച് പേര് ശരിയുടെ ഭാഗത്ത് നിൽക്കും, എന്നാൽ ചിലർ ഈ പറയുന്നതിൽ എന്ത് തെറ്റ് കണ്ടെത്താം അല്ലെങ്കിൽ അത് മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങൾ ഒരു വാർത്ത അറിയണമെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രം, ഇപ്പം നമ്മളിവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ചിലപ്പോൾ ഇതിൻ്റെ ട്രോൾ ഇറങ്ങാം. ആ ഒരു അവസ്ഥയാണ്. നമ്മൾ ഏതൊരു വിഷയം പറഞ്ഞാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സമൂഹം. എങ്കിൽ കൂടിയും അതിലെ നല്ല വശത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മളൊന്ന് ചെയ്യുമ്പോൾ അത് നമ്മളുടെയും കൂടെ പ്രശ്നമാണല്ലോ എന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പം സമൂഹം ഇതിനെ നല്ല രീതിയിലും തെറ്റായ ചിന്തയിലും എടുക്കാം. അതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും സമൂഹം എപ്പോഴും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ നമുക്ക് കൂടി ആത്മധൈര്യം നൽകുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അധ്യാപിക ആവുന്നതിന് മുമ്പ് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ ഏറ്റവും എനിക്ക് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്.
ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. അത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് അടിയന്തരാവസ്ഥയുടെ സമരത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ളൊരു ക്യാമ്പസായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. മഹാരാജാസ് കോളേജിൽ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ വളരെയധികം ക്യാമ്പസ് പൊളിറ്റിക്സ് വളരെ സജീവമായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അന്ന് തന്നെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടും ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് പ്രീ ഡിഗ്രി കോളേജിലായിരുന്നു, ഇന്ന് +2 കഴിഞ്ഞാണ് കുട്ടികൾ വരുന്നത്, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ് വരുന്നത്. പക്ഷേ പ്രീ ഡിഗ്രിക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അന്ന് ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില ജീവിത അനുഭവങ്ങൾ ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളും അത്തരം എല്ലാ ക്യാമ്പസിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുറ്റുപാടുള്ള സമൂഹത്തെ കാണാനും ജീവിതത്തെ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ അറിയാനും ഒക്കെ ആയിട്ടുള്ളൊരു വലിയ അവസരമാണ് ക്യാമ്പസ് പൊളിറ്റിക്സ് തന്നത്. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ എന്നെ പിന്നീടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ അത്തരം ഒരു യോഗത്തിൽ അഭിപ്രായം പറയുന്നതിനൊക്കെ തന്നെ ഒരു വലിയ ധൈര്യം തന്നത് അല്ലെങ്കിൽ ആ നിലയിൽ മോൾഡ് ചെയ്യുന്നതിനകത്ത് ക്യാമ്പസ് പൊളിറ്റിക്സിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പുതിയ പാഠമാണ് ക്യാമ്പസ് പൊളിറ്റിക്സ് തരുന്നത്, പ്രത്യേകിച്ച് നല്ല രീതിയിൽ സജീവമായ ക്യാമ്പസ് പൊളിറ്റിക്സ് ഉള്ള സ്ഥലങ്ങളിൽ. പലപ്പോഴും പല ഘട്ടങ്ങളിലും സമൂഹത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, വ്യക്തികളായിട്ടും ജനങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് ചിന്തയ്ക്ക് തോന്നില്ല ആദ്യകാലങ്ങളിലെ റെസ്പോൺസ് എന്തായിരുന്നു? എൻ്റെ വീട് പൊതുവെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ പോകാൻ അനുവദിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനകത്തില്ലായിരുന്നു. പിന്നീട് നമ്മൾ വൈകിയൊക്കെ എത്തുമ്പോൾ ആദ്യം അടുത്തുള്ള ആളുകളൊക്കെ എന്താണ് വൈകി എത്തുന്നതെന്നുള്ളൊരു അത്ഭുതം പ്രകടിപ്പിക്കും. പക്ഷെ ഇപ്പം നേരത്തെ എത്തിയാലാണ് അവർ എന്താ ഇന്ന് നേരത്തെ വരുന്നതെന്ന് ചോദിക്കും, ഇന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നോ, പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അത്തരത്തിലൊരു വലിയ മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകൾ നമ്മൾ പറയുമ്പം പുതിയ കാലഘട്ടത്തിൽ നമ്മളെ വല്ലാതെ ആക്രമിക്കുക അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയൊക്കെ ചെയ്യും. അപ്പം ആദ്യമൊക്കെ ഞാൻ ആലോചിക്കും, ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ, പിന്നെന്താ ഇങ്ങനെ വരുന്നത്. അപ്പം ഇത് ശരിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അറിയാത്തത് കണക്ക് നടിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നിരന്തരമായ ആ നിലപാടിനകത്ത് ഉറച്ചു നിൽക്കുകയും ആ പാതയിലൂടെ പോവുകയും ചെയ്യാം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പിന്നെ ക്യാമ്പസുകളുടെ ഒരു പ്രത്യേകത, വല്ലാതെ നമുക്ക് സ്വീകരണം തരുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പസുകൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. നമുക്ക് പുറത്തു പോയി പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ നമ്മൾ വളരെ സുരക്ഷിതത്വ ബോധം നമുക്ക് തോന്നും. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ കഴിയും. കാരണം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പോലും നമ്മുടെ സുഹൃത്തുക്കളാകുകയാണ്. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ ക്ലാസ് ക്യാമ്പയിൻ നടത്തി. ക്ലാസ് ക്യാമ്പയിൻ നമ്മൾ ക്ലാസ്മേറ്റ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ വിഭാഗഭാഗത്തേക്ക് കയറുമ്പോൾ മറ്റവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം സമയം കൂടുതലെടുത്തു, അങ്ങനെ തർക്കങ്ങളൊക്കെ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒരു 4 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ക്യാമ്പസിൽ ഇവരെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. അപ്പം നമുക്ക് നീ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. അല്ലാതെ പിന്നെയും ആ വൈരാഗ്യം, ആ ദേഷ്യം ഒന്ന് മനസ്സിൽ കൊണ്ട് നടക്കാൻ ഒരിക്കലും ക്യാമ്പസുകൾക്ക് പറ്റുന്നില്ല. അതാണ് ക്യാമ്പസുകളുടെ പ്രത്യേകത. പിന്നെ ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നവർ തന്നെയാണ് വ്യത്യസ്ത നിലപാടുകളുള്ളവർ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉപരി നമ്മൾ ഫ്രണ്ട്സാണ് എന്നൊരു തോന്നൽ, അതൊക്കെയാണ് ക്യാമ്പസുകൾ നമുക്ക് തരുന്ന ഒരു പ്രത്യേകത. പക്ഷെ പുറത്ത് നമുക്ക് അത്ര വിശാലമായൊരു മനസ്സോടുകൂടി പലപ്പോഴും പ്രവർത്തിക്കാൻ കഴിയാതെ വരും. പക്ഷെ ക്യാമ്പസുകൾക്ക് കുറച്ചുകൂടി നമ്മളെ ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരാനൊക്കെ ക്യാമ്പസുകൾക്ക് കഴിയും. അതാണ് എപ്പോഴും നമുക്ക് കലാലയത്തിൽ ഒരു പരിപാടിക്ക് നമ്മളെ ഇപ്പോഴായാലും വിളിച്ചാൽ മറ്റൊന്നും നോക്കാതെ നമുക്ക് പോകാൻ വളരെ ആവേശമാണ്. കാരണം അതാണ് ക്യാമ്പസുകൾ നമുക്ക് നൽകുന്ന ഒരു ഊർജം. പിന്നീട് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഓടി വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഇഷ്ടം, ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു നമ്മളോടുള്ളൊരു താല്പര്യം, സ്നേഹമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ക്യാമ്പസുകൾ എന്ന് പറയുന്നത് എന്താണ് വർണ്ണിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള വളരെ സുന്ദരമായ ഭൂമിയിലെ സ്വർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എല്ലാ ക്യാമ്പസുകളും അത് തന്നെയാണ്.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾക്ക് ഒത്തുചേരാം ഇവിടെ ഞാനാണ് സ്ത്രീ. രശ്മിയിലേക്ക് എത്തുമ്പം നമ്മൾ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്റ്റുഡൻറ് ആക്ടിവിസം, അതൊരു പക്ഷേ നിങ്ങൾ എല്ലാവർക്കും തോന്നിയിട്ടില്ലായിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും ഒരു ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ നിലനിൽക്കുന്നു, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അത് മാറ്റാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് എൻ്റെ കോളേജിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇഷ്യൂ, ഇത്തരത്തിൽ നമ്മൾ ഒരു ഇഷ്യൂയിലേക്ക് ഇടപെടാൻ നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേട്രണേജിൻ്റെ ആവശ്യകതയുണ്ട്? അതൊരു വളരെ നല്ലൊരു ചോദ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കലാലയത്തിലേക്ക് ഒരു പ്രത്യേകിച്ച് ഒരു +2 കഴിഞ്ഞ കുട്ടികളെന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് 100-ൽ 3-4 ആൾക്കാർ, വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ കാണുകയുള്ളൂ. അപ്പം അവർ ക്യാമ്പസിലേക്ക് വരുന്നു. അപ്പം ആ ക്യാമ്പസിൽ വരുന്ന സമയത്ത് അവർക്ക് എന്താണ് രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എന്താണെന്നോ അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു, കുറേ പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇതാണ് ക്യാമ്പസ്, അവിടെ സൗഹൃദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പ്രണയമുണ്ട്, അങ്ങനെ ഒരു പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷെ അവർക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം അവർ കടന്നു വരുന്നു, വളരെ സന്തോഷപൂർവ്വം കടന്നു വരുന്നു. അപ്പം അവരിലേക്ക് എന്താണ് ഒരു ക്യാമ്പസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്നുള്ള വ്യക്തി എന്താണ്, ആ ഒരു രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അവിടുത്തെ സംഘടനാ പ്രതിനിധികൾക്ക്, അതായത് ഏതുമാകാം, ABVP ആകാം, SFI ആകാം, KC ആകാം, എന്തും ആകാം, അപ്പം അവർക്കൊരു പ്രാധാന്യമുണ്ട്. അപ്പം അവരിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഈ രീതിയിലാണ്, നമ്മുടെ ആദർശങ്ങളിലാണ്. അപ്പോൾ അവർക്ക് തെറ്റേത് ശരിയേത് എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് അവരെ രൂപപ്പെടുത്തി എടുക്കുക, അവരുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തി നിർമ്മാണത്തിലൂടെ അവർ തന്നെ കണ്ടെത്തും എന്താണ് ശരി, എന്താണ് തെറ്റ്. ആ ഒരു വ്യക്തി രൂപീകരണം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ സമയത്ത് അവർ തീർച്ചയായിട്ടും ഏത് ആദർശത്തിലൂടെ പോയാൽ അത് ഏതാണ് ശരി എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു തീരുമാനം അവരിലുണ്ടാകും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ കടന്നു വരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞ രീതിയിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ സംഘടന നമുക്ക് നൽകിയ ഒരു ആദർശ ശുദ്ധിയുണ്ട്. അപ്പം അത് അറിയാവുന്ന ഒരു പറ്റം ആൾക്കാർ കാണും. അവർക്കറിയാം നമ്മൾ എന്താണ്. കുറേ കുട്ടികൾക്ക് ചേച്ചിമാരാണ്. അപ്പം അവർ നമ്മളെ കാണുന്നത് ഈ പ്രശ്നത്തിന് ആ വിഷയം പരിഹരിക്കപ്പെടാൻ ഈ ചേച്ചിക്ക് കഴിയും. ആ ഒരു വ്യക്തിബന്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ രീതിയിൽ എല്ലാവരും അതിനെ നോക്കിക്കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം ആ ക്യാമ്പസുകളിൽ എല്ലാ കാലത്തും നമുക്ക് പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി അവരിലേക്ക് എത്തിച്ചെല്ലാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാകും.